ഹേ ഗൈസ്, നമ്മൾ ഇന്ന് അൾട്രോസിന്റെ സർവീസ് സെന്ററിലേക്ക് പോകാൻ കേട്ടോ. മെയിൻലി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ദിവസം മുന്നേ എഞ്ചിൻ വാർണിംഗ് ലൈറ്റും കത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കണം കേട്ടോ. എഞ്ചിന്റെ ഹെഡിന്റെ അവിടെ നിന്ന് ചെറിയൊരു ഓയിലിന്റെ ലീക്കും കാണാറുണ്ട്. അപ്പോൾ അവനും കൂടെയുള്ള ഡെറിക്കിന്റെ സർവീസിനാണ് കേട്ടോ നമ്മൾ വണ്ടി കൊടുക്കുന്നത്. സർവീസ് അഡ്വൈസറിന് 2 സൈഡിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. 4 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ. അങ്ങനെ ട്യൂസ്ഡേ കൊടുത്ത വണ്ടി നമുക്ക് സാറ്റർഡേ ആണ് കേട്ടോ റെഡിയായെന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത്. ഞാനും അച്ഛനുമാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. ബസ്സിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ സർവീസ് സെൻറ്ററിൽ എത്തി ഗൈസ്. വണ്ടി ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഇവിടെ വന്ന് നമ്മൾ വണ്ടി സർവീസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ആൾക്കാർ ടാറ്റയുടെ സർവീസിനെ കുറ്റം പറയുന്നു എന്നുള്ളത്. ഇപ്പോൾ ഈ കണ്ടാൽ തന്നെ മനസ്സിലായി ഇൻസുലേഷൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നേരെ ഫിറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂസ് ബോക്സിൻ്റെ അടപ്പ് വെച്ചിട്ടില്ല. അത് ഹോളോ ആയിട്ടാണ് ഇപ്പോഴും ഇവിടെ കിടക്കുന്നത്. പിന്നെ പോളിഷിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ അതേപടി പാട് നമ്മളെ വണ്ടിയിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ. അവസാനം രണ്ടാമത് അവിടുത്തെ അഡ്വൈസറിനെ വിളിച്ച് നമ്മൾ ക്ലീൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ടാറ്റയുടെ സർവീസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻസിലൊന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് ബെറ്ററായിട്ട് സർവീസ് ചെയ്യുന്ന സർവീസ് സെൻറ്റേഴ്സ് എവിടെ ഉണ്ടെന്നൊന്നും അറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ ഗൈസ്, ബൈ.